ഇതേപോലത്തെ മൈക്രോ ആനിമൽ POV ഷോർട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന വ്യൂസ് മില്യൺ കണക്കിലാണ്. നിങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലത്തെ വീഡിയോസ് എങ്ങനെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ വരേണ്ടത് ChatGPT അണ്ണൻ്റെ അടുത്താണ്. ChatGPT ഓപ്പൺ ചെയ്തിട്ട് ഇതിനു വേണ്ടിയുള്ള പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റം GPT ഉണ്ട്. അത് നമുക്ക് ആക്സസ് ചെയ്യണം. അതിന് ChatGPT വന്നിട്ട് എക്സ്പ്ലോർ GPTസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈക്രോ ആനിമൽ എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് ആദ്യം കാണുന്ന കസ്റ്റം GPT ആക്സസ് ചെയ്യുക. മൈക്രോ ക്യാമറ ആനിമൽ എന്നാണ് ഈ കസ്റ്റം GPTയുടെ പേര്. അത് ഓപ്പൺ ചെയ്തിട്ട് ആ സ്റ്റാർട്ടിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഏത് ആനിമൽ വേണമെന്ന് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്താൽ മതി. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ആനിമലിൻ്റെ പേരാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ അത് വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി തരും. ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഹാർവസ്റ്റ് മൗസ് ആണ്. അത് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഒരു ഇമേജ് പ്രോംപ്റ്റും വീഡിയോസ് ആക്കാൻ വേണ്ടിയുള്ള കണ്ടിന്യൂസ് വീഡിയോ പ്രോംപ്റ്റ്സും റെഡിയാണ്. നമ്മൾ ആദ്യം ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനാദ്യം കാണുന്ന ഈ ഇമേജ് പ്രോംപ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ഒരു ഇമേജ് ഉണ്ടാക്കണം. അതിനായി ആദ്യം കാണുന്ന ആ ഒരു ഇമേജ് പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫ്ലോ ആണ്. ഫ്രീ ടൂളാണ്. ഇതിൽ നമുക്ക് നാനോ ബനാന 2, നാനോ ബനാന പ്രോ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളെ ജനറേഷൻ സെറ്റിങ്സ് ഒന്ന് മാറ്റണം. ഇമേജ് ആണ് പോർട്രേറ്റ് ആക്കുക. നാനോ ബനാന പ്രോ വേണോ 2 വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നാനോ ബനാന പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇമേജ് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. എത്ര റിയലിസ്റ്റിക് ആണ് ഈ ഇമേജ് നമുക്ക് കണ്ടറിയാം. നമുക്ക് ഒന്ന് അപ്സ്കെയിൽ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമേജിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓപ്പൺ ആർട്ടിലാണ്. ആൻഡ് ഓപ്പൺ ആർട്ട് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ടൂളാണ്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ ഈ വീഡിയോസൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഫ്രീ ടൂൾ കൊണ്ട് ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ആർട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ് ഫ്രെയിം സെലക്ട് ചെയ്യണം. നമ്മളെ ഇമേജ് പ്രോംപ്റ്റ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൾട്ടി ഷോട്ട് ഇനേബിൾ ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായി ആ ഈ വീഡിയോ പ്രോംപ്റ്റ് എടുത്ത് കോപ്പി ചെയ്യണം. ഷോട്ട് 1ൽ ആദ്യത്തെ വീഡിയോ പ്രോംപ്റ്റ് എന്നിട്ട് ആഡ് ഷോട്ട് കൊടുക്കുക. രണ്ടാമത്തെ വീഡിയോ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അടുത്ത ആഡ് ഷോട്ട് കൊടുക്കുക. മൂന്നാമത്തെ വീഡിയോ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എത്ര വീഡിയോ പ്രോംപ്റ്റ് വേണോ നമുക്ക് കൊടുത്തു പോകാം. നമുക്ക് 9 സെക്കൻഡ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഈ വീഡിയോ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഈ ജനറേഷൻ കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇമേജ് പ്രോംപ്റ്റ് റെഡിയാണല്ലോ. ഇതിന് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രോക്കാണ്. വേറെ ഫ്രീ ആയിട്ടുള്ള വീഡിയോ ജനറേഷൻ മോഡൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ടെൻസെൻറ്റിൻ്റെ വീഡിയോ ജനറേഷൻ മോഡൽ, മെറ്റ AI, LM അറീന, ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രോക്ക് എടുത്തിട്ട് ഇമാജിൻ ടാബിൽ വന്നിട്ട് ആനിമേറ്റ് ഇമേജസ് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ വീഡിയോ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ഷോട്ട് റെഡി ആയിട്ടുണ്ട്. എന്ത് അടിപൊളിയാണെന്ന് നോക്കിയേ. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് മൾട്ടി ഷോട്ടിന് പകരം നമ്മൾ ഓരോ ഷോട്ടായിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എഡിറ്റിംഗ് ടൂൾ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഒരു ഫസ്റ്റ് ഷോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീഡിയോൻ്റെ അവസാനം വരെ പോയിട്ട് വീഡിയോൻ്റെ ലാസ്റ്റ് ഫ്രെയിമിൽ കേഴ്സർ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് സ്റ്റിൽ ഫ്രെയിംസ് കൊടുക്കുക. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഫ്രെയിം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഫ്രെയിം ആയിരിക്കും നെക്സ്റ്റ് ഷോട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വീണ്ടും ഗ്രോക്കിൽ വരിക. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ലാസ്റ്റ് ഫ്രെയിം ഇതിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ChatGPT നമ്മുടെ രണ്ടാമത്തെ വീഡിയോ പ്രോംപ്റ്റ് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ രണ്ടാമത്തെ ഷോട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എഡിറ്ററിലേക്ക് വീണ്ടും വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ഷോട്ടിൻ്റെ ലാസ്റ്റ് ഫ്രെയിം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ലാസ്റ്റ് ഫ്രെയിം വരിക, എക്സ്പോർട്ട് സ്റ്റിൽ ഫ്രെയിംസ്. വീണ്ടും ഗ്രോക്കിൽ വന്നിട്ട് ആ ലാസ്റ്റ് ഫ്രെയിം ഇമ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ തേർഡ് ഷോട്ടിൻ്റെ ഫസ്റ്റ് ഫ്രെയിമാണ്. ChatGPTയിൽ വന്നിട്ട് നമ്മുടെ തേർഡ് വീഡിയോ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഓപ്പൺ ആർട്ടിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ യൂസ് ചെയ്തത് Kling 3.0 ഒമ്നി മോഡലാണ്.
അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഗ്രോക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ക്ലിങ് തന്നെയാണ് വിന്നർ. ഇത്ര അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് കണ്ടറിയാം. നമ്മുടെ ഗ്രോക്കിലെ വീഡിയോയും ജനറേറ്റ് ആയിട്ടുണ്ട്. ഒരു ഫ്രീ ടൂൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി വീഡിയോ ജനറേഷൻ മോഡൽ തന്നെയാണ് ഗ്രോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുണ്ടോ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോൻ്റെ ലാസ്റ്റ് ഫ്രെയിം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് അടുത്ത ഷോട്ടിൻ്റെ ഫസ്റ്റ് ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്ത് വീഡിയോ പ്രോംപ്റ്റ് അടിച്ച് നിങ്ങൾക്ക് എത്ര ഷോട്ട് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ക്യാപ്കട്ടിൽ കയറ്റി എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. സിമ്പിളാണ്, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഫേസ്ലെസ് വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും മിസ് ചെയ്യരുത്. മില്യൺ കണക്കിന് വ്യൂസ് ആണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാതിരുന്നാൽ.